സോ ഉച്ചയ്ക്ക് 3 മണിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ ചാലഞ്ച് ഇതുവരെ തുടങ്ങിയിട്ടില്ല. വേറൊന്നുമല്ല, ഞാൻ ബ്ലീച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ട് കുറേ സമയം പോയി. ഫസ്റ്റ് ടാസ്ക്, അതായത് ആ 1/2 ലിറ്റർ വാട്ടർ, അതുപോലെ ഞാൻ ചെയ്തിട്ടില്ല. സോ ഇന്ന് 3 മണിക്കൂർ കൊണ്ട് എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ്. ചാലഞ്ച് നമ്മൾ തുടങ്ങിയത് 3:18-നാണ്. ആസ് യൂഷ്വൽ നമ്മൾ 1/2 ലിറ്റർ വെള്ളം കുടിച്ചാണ് ചാലഞ്ച് തുടങ്ങിയത്. ഇത് മാത്രമല്ല, നമുക്ക് ആ 1.5 ലിറ്ററിൻ്റെ ബോട്ടിലും ഫുള്ള് നിറയ്ക്കണം. അല്ലാതെ ഇനി 1 ലിറ്ററും കൂടെ കുടിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ താഴെ ചെന്ന് ഈ ജഗ് പോലത്തെ സാധനം, ഇത് കറക്റ്റ് 1.5 ലിറ്ററാണ്, എൻ്റെ ബോട്ടിലോട്ട് കറക്റ്റായിട്ട് ഫിറ്റാവും. അപ്പോൾ ഇത് ഞാൻ തിളപ്പിക്കാൻ വെച്ച് ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് ഉപയോഗിക്കാൻ സമ്മതിക്കും. ആ സമയം കൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരു 0.5 ലിറ്റർ കുടിച്ച് ചേർത്ത്. എന്നിട്ട് ഞാൻ നേരെ താഴെ ചെന്ന് ആ ജഗ് പോലത്തെ സാധനം എടുത്ത് മാറ്റി. നല്ല ചൂടാണ്, വേറെ എവിടെയെങ്കിലും കൊണ്ടാൽ പൊള്ളൂ. സോ ഞാൻ സൂക്ഷിച്ച് വേണം എടുക്കാൻ. ഇപ്പോൾ ഒരു കയ്യിൽ ക്യാമറയും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ സൂക്ഷിച്ച് വേണം എടുക്കാൻ. ഇല്ലെങ്കിൽ പുള്ളി എല്ലാം താഴെ ചെന്ന് അതിൻ്റെ വഴക്കും കൂടെ എനിക്ക് കിട്ടും. ഇനി ഞാൻ പതുക്കെ എടുത്ത് അവിടെ വച്ചിട്ടുണ്ട്. ഇത് ആറണ വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. ചൂട് കാരണം ഞാൻ വീർന്നൊരു പരിവായിട്ടുണ്ട്. ഇനി ഞാൻ താഴെ വെള്ളം ആറാൻ വെച്ചിട്ടുണ്ട്. ഇത് ആറുന്നത് വരെ എന്തായാലും നമുക്ക് ബുക്ക് വായിക്കാം. സോ സക്സസ്ഫുള്ളി ആറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ് ഞാൻ തീർത്തിട്ടുണ്ട്. ഇനി അടുത്ത ബുക്ക് അതേതാണ് നമുക്ക് പിന്നെ നോക്കാം. സോ ഫസ്റ്റ് ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വെള്ളം 45 മിനിറ്റ്സ് വർക്കൗട്ടും കൂടെ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ സമയം 3:54 ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും ഒരു 0.5 ലിറ്ററും പിന്നെ ആ ബോട്ടിൽ ഫുള്ള് കുടിക്കാനുണ്ട്, അതായത് 2 ലിറ്റർ. എന്തായാലും ഞാൻ 0.5 ലിറ്റർ കുടിച്ച് ഇപ്പോൾ നമ്മൾ ടോട്ടലി 1.5 ലിറ്റർ കുടിച്ചിട്ടുണ്ട്. ഇനി വലിയ ബോട്ടിലും കൂടെ. ഞാൻ നേരത്തെ ആറാൻ വച്ചിരുന്നു. എന്തോ ഭാഗ്യത്തിന് എനിക്ക് 1 മണിക്കൂർ എന്തോ ആറി കിട്ടി. പക്ഷേ സാധാരണ 1-2 മണിക്കൂർ കഴിയും എനിക്കിതൊന്ന് ആറി കിട്ടാൻ. പക്ഷെ ഇന്നെന്തോ ഭാഗ്യത്തിന് എനിക്ക് നേരത്തെ 6 കിട്ടി. ഇത് 6 കിട്ടിയതിന് ശേഷം ഒന്ന് ഒഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇനി വേറെ വല്ല അസുഖം വരും. സത്യം പറഞ്ഞാൽ എനിക്കിന്ന് റെസ്റ്റ് ഡേ ആണ്. പക്ഷെ എന്നാലും ഒരു 45 മിനിറ്റ് ഞാൻ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യും. കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് എൻ്റെ ബോഡി കിടന്ന് അനങ്ങിയിരുന്നു. അങ്ങനെ കുറേ വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം കുറഞ്ഞു വന്നു. കാലൊക്കെ എപ്പോഴാണൊന്ന് ശരിയായത്. എനിവേസ് നമ്മളെന്തായാലും വർക്കൗട്ട് ചെയ്യും റെസ്റ്റ് ഡേ ആണെങ്കിൽ. സോ എനിക്കിനി വർക്കൗട്ടും കൂടെ ചെയ്യുള്ളൂ. വർക്കൗട്ടിൻ്റെ ഇടയിൽ തന്നെ ഈ 1.5 ലിറ്റർ ഞാൻ കുടിച്ച് തീർക്കുകയും ചെയ്യും. വർക്കൗട്ട് ഞാൻ ടൈം ലാപ്സ് ഇട്ട് കാണിച്ചു. സോ ബേസിക് ആയിട്ടുള്ള വാംപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് പ്ലയോമെട്രിക്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈസി ആയിട്ടുള്ള പ്ലയോമെട്രിക്സ്, വലിയ എഫേർട്ടൊന്നും എനിക്ക് ഇടേണ്ടി വരില്ല, അതുപോലത്തെ പ്ലയോമെട്രിക്സ്. ഏകദേശം പകുതി ആയിട്ടുണ്ട്. ഈ പകുതിയും പിന്നെ ഒരു അരമണിക്കൂറുള്ള വർക്കൗട്ടാണ് കഴിഞ്ഞാൽ ചാലഞ്ച് കംപ്ലീറ്റ്. സോ 5:30 ഞാൻ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് 2.5 മണിക്കൂറാണ് ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തത്. ഡെയിലി 1 മണിക്കൂറിൽ 45 മിനിറ്റ് വർക്കൗട്ട്, ബാക്കി 15 മിനിറ്റ് റീഡിങ്ങിന് മാറ്റി വെച്ചാൽ നിങ്ങളെ സ്വഭാവം, പേഴ്സണാലിറ്റി നല്ലപോലെ മാറും. നിങ്ങൾ നല്ല ഹെൽത്തി ആവുകയും ചെയ്യും. അത് 1 മണിക്കൂർ മിനിമം ആണ്. 1 മണിക്കൂർ വർക്കൗട്ട് ജിമ്മിൽ പോകുന്നവർക്ക് അതിൽ കൂടുതലാവാം, അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ 1 മണിക്കൂർ ഡെയിലി മാറ്റി വെച്ചാൽ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ചെയ്യാൻ മടിയായതുകൊണ്ടാണ്, അല്ലാതെ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല. 45 മിനിറ്റ് ഇപ്പം സ്ട്രെച്ചിങ്ങോ യോഗ അങ്ങനെ എന്ത് വേണം ചെയ്യാം, അത് നിങ്ങളെ ചോയ്സാണ്. 15 മിനിറ്റ് ഒരു ബുക്ക് വായിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എത്ര നേരം നമ്മൾ സ്ക്രോൾ ചെയ്ത് കളയുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ ചാലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വിത്തിൻ 2.5 hours. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്തേക്ക്, കമൻറ്റും കൂടെ.
ചാലഞ്ച് കംപ്ലീറ്റ്.